നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ് കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANTC. ഇന്ന് ചില സർക്കാർ ജീവനക്കാരൊക്കെ അങ്ങായിട്ട് ചില ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തിയതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ 6-7 ഗഡു DA കിട്ടാനുള്ളപ്പോൾ ഒരു 3% കിട്ടിയത് ഓണ സമ്മാനം എന്നും പറഞ്ഞ് ആഘോഷിക്കുക. അപ്പോൾ അതേസമയം ഇവിടെ KICBയിലെ NCCOE എന്ന് പറയുന്ന സംഘടന ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെയും ഒരു പോസ്റ്റ് കണ്ടു. 2 ഗഡു DADR 4%, 3%. ഒക്ടോബർ മാസത്തെ ശമ്പളം പെൻഷനൊപ്പം ലഭിക്കും എന്നും പറഞ്ഞ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. ഒക്ടോബർ മാസത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ നവംബറിലേ കിട്ടുള്ളൂ. അപ്പോൾ ജീവനക്കാരെയൊക്കെ ഒരു 2 മാസം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ഗിമിക്കിറക്കി വിട്ടതാണ്. കഴിഞ്ഞ ദിവസം ഫുൾ ടൈം ഡയറക്ടേഴ്സിൻ്റെ യോഗം നടക്കുകയുണ്ടായി. അപ്പോൾ ആ യോഗത്തിൽ ശരിക്കും 1/1/2022 DAയുടെ കുടിശ്ശിക കൊടുക്കാൻ കോടതി പറഞ്ഞതാണ്. അത് കൊടുക്കണമെന്നൊക്കെ തീരുമാനമെടുത്തതാണ്. അതുപോലെ അടുത്ത ഗഡു DAയും കൊടുക്കണമെന്നൊക്കെ തീരുമാനം FTDയിൽ എടുത്തുവെങ്കിലും അതിനെ ഫുൾ ബോർഡ് തീരുമാനിക്കണമെന്നും പറഞ്ഞ് മാറ്റിവെപ്പിക്കുവാൻ NCCOക്കാർക്ക് സാധിച്ചു. അപ്പൊ ഫുൾ ബോർഡ് തീരുമാനിക്കാൻ വേണ്ടി മാറ്റിവെപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ ഫുൾ ബോർഡ് എന്നാ കൂടുന്നത് അവർ തന്നെ തീരുമാനിക്കുന്നത്. അവർ തന്നെ പ്രഖ്യാപിക്കും, അവർ തന്നെ കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം ഏകാധിപത്യപരമായിട്ടാണുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഫുൾ ബോർഡ് തീരുമാനിക്കണമെന്നാണ് പറഞ്ഞു. ഇനി ഫുൾ ബോർഡ് എന്ന് കൂടുന്നോ അന്നേ ഇതിനൊരു തീരുമാനം വരുള്ളൂ. അതിനുവേണ്ടി അവർ അഡ്വാൻസ് ആയിട്ട് കൂട്ടി പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ എന്ന്. കോടതി വിധി അനുസരിച്ച്, പെൻഷനേഴ്സ് കൂട്ടായ്മയും സേവയൊക്കെ പോയ കോടതിയിലെ വിധി അനുസരിച്ച് 1/1/2022 മുതലുള്ള DAയുടെ കുടിശ്ശിക, അരിയർ, അത് ഉടൻ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ബോർഡ് ഇങ്ങനെ തീരുമാനമെടുത്തു എന്ന് കേട്ടത് 10 ഗഡുക്കളായിട്ട് കൊടുക്കുന്നോ, അത് വേണേലും ഈ മാസം കൊടുക്കേണ്ടതാണ്. ജീവനക്കാരുടേതാണേലും PF പോവുകയാണേലും അവർക്ക് ആ ഒരു മാസത്തെ പലിശ കിട്ടുന്നതല്ലേ, ആ തുക പോകേണ്ടതല്ലേ, കിട്ടേണ്ടതല്ലേ. അപ്പൊ അത് മാറ്റിവെപ്പിക്കാൻ ഈ NCCOE-കാരെ കൊണ്ട് സാധിച്ചു. അവർ കുറെ നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത ഗഡു ഈ 2 കിട്ടുമെന്ന് പറയുന്ന ഒക്ടോബർ മാസത്തെ ശമ്പളം. സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നത് സെപ്റ്റംബറിലെ ശമ്പളത്തിൽ നിന്ന് അവർ പറയുന്നു. സർക്കാരിന് തുല്യമായിട്ട് നമ്മളെ കൊണ്ട് കെട്ടുവാനും അവർക്ക് സാധിച്ചു. അത് പഴയ കഥയാണ്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. പക്ഷെ ഇപ്പൊ സർക്കാരിലും പിന്നിൽ കൊണ്ടുപോകുക. കാരണം സർക്കാർ ജീവനക്കാരുടെ അവിടുത്തെ NGO യൂണിയനുള്ള ഒരു ഗിമിക്കുണ്ട്. അവിടുത്തെ അവരുടെ ആ സെറ്റപ്പ് ഇല്ലേ, അത് നമ്മുടെ ഈ വർക്കേഴ്സ് അസോസിയേഷന് മുഖ്യമന്ത്രിയുടെ അടുത്തില്ല. അവർക്കാണ് അവിടെ ഡിമാൻഡ് കൂടുതൽ. അതുകൊണ്ടാണല്ലോ അവർക്ക് സെപ്റ്റംബറിൽ കൊടുക്കുന്നു. അവർക്ക് ഒന്നേ കൊടുത്തിട്ടുള്ളൂ, സെപ്റ്റംബറിൽ കൊടുക്കുന്നു. നമുക്ക് കിട്ടുന്ന ഒക്ടോബറിലെ ശമ്പളത്തിൽ എന്നാ പറയുന്നത്. അപ്പൊ നവംബറിൽ കിട്ടുള്ളൂന്നതിൻ്റെ അർത്ഥം. അപ്പൊ NCCOയുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സഖാവ് പറയാണ്, ഞാൻ പറഞ്ഞു DAയുടെ എല്ലാ കുടിശ്ശികയും പെൻഷൻ കൂട്ടായ്മയും മറ്റേ സേവയൊക്കെ കേസിന് പോയി മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു 1/1/2022 അത് ബോർഡ് ഓർഡർ ആയതുകൊണ്ട് കോടതി കൊടുത്തു. ബോർഡ് ഓർഡർ ആയിട്ടും 1/1/2022 ബോർഡ് ഉത്തരവായതാണ്. അത് എന്നാണ്? അപ്പോൾ 1/1/2022 ഡ്യൂ ആയതാണ്. ബോർഡ് ഉത്തരവാകുന്നത് എന്നാണ്? 29/7/2024 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല, ആവർത്തന വിരസത വരും, അതുകൊണ്ടാണ്. അപ്പൊ 29/7/2024 ബോർഡ് ഉത്തരവായി. ആ ബോർഡ് ഉത്തരവിൽ അരിയറും പറയുന്നുണ്ട്. ആ DA ആണ് ഇപ്പോൾ 29/8/2025 ആയി. ഒരു വർഷമായിട്ടും കൊടുക്കാൻ പറ്റിയില്ല. NCCOE എന്നും ചർച്ച നടത്തുന്നുണ്ട്. മന്ത്രിയായിട്ടും ചെയർമാനുമായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഭയങ്കര ചർച്ചയാണ്, പെരുത്ത ചർച്ചകളായിട്ട് നടത്തുന്നത്. ഒരു വർഷമായിട്ടും കിട്ടാവുന്നപ്പോഴാണ് അവർ കേസിന് പോയത്. കേസിന് പോയപ്പോൾ കോടതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കേസിന് പോയതിന്റെ പേരിൽ കൊടുത്താൽ അവർക്കൊരു എന്തോ ഒരു മാനഹാനി വരുന്നതിന്റെ പേരിൽ FTD കൂടിയപ്പോൾ എന്ത് ചെയ്തു? തൽക്കാലം ഈ മാസം കൊടുപ്പിക്കേണ്ട, അടുത്ത മാസം കൊടുക്കാമെന്ന് നീട്ടിവെപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു. ഇവരാണോ തൊഴിലാളിക്ക് വേണ്ടി നിൽക്കുന്നത്? ഇനി ഞാൻ ചോദിച്ചോട്ടെ, 1/1/2022 മുതലുള്ളതിനല്ലേ കൊടുക്കാൻ പറഞ്ഞത് കോടതി? 1/7/2022 മുതലുള്ളതിന് ബോർഡ് ഓർഡർ ഇറക്കിയിട്ടില്ലല്ലോ. അത് നിങ്ങൾ അങ്ങ് ഇറക്കിക്കൂടെ? അതിനും കുടിശ്ശിക കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് DAക്ക് കുടിശ്ശികയില്ലാതെ വരുന്നത്. ബോർഡ് ഓർഡർ ഇറക്കിയിട്ട് 9 മാസമായിട്ട് നടപ്പിലാക്കാത്തത് ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പൊ ബോർഡിന്റെ ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുകയല്ലേ? ഇപ്പൊ വീണ്ടും നമുക്കിതാ 2 ഗഡു DA തരുമെന്ന് പറയുന്നത്. അതിന്റെ കുടിശ്ശികയെ കുറിച്ച് എന്താ പറയാത്തെ? കുടിശ്ശികയില്ലാത്ത DA വാങ്ങി കിട്ടിയിട്ടില്ല. ഫുൾ ബോർഡ് തീരുമാനം എടുക്കണം.
എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ എന്തോ സംഭവമാണ് ഞങ്ങൾ എന്തോ നടത്തി എന്നാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഖാവ് പറയുകയാണ് ഈ NCCOയെ കുറിച്ച് ഞാൻ എന്തോ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ കോടതി പറഞ്ഞ ഒരെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞു. ബാക്കി DAക്ക് മുഴുവൻ, ബാക്കി നമുക്ക് 1/1/2024, 1/7/2024, 1/1/2025, 1/7/2025 അങ്ങനെ 4 ഗഡു പെൻഡിങ് ഉണ്ട്. പിന്നെ 2 ഗഡു തന്നിട്ടില്ല. അതിങ്ങനെ പേപ്പറിൽ കാണിച്ചു വെച്ചിരിക്കുക. അപ്പൊ അതോട് വരുമ്പോ 6 ആയി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ശ്രീ A. K. ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഡൽഹിക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ 6 മാസം DA പെൻഡിങ് ആയപ്പോൾ നമ്മൾ എല്ലാവരും സമരം ചെയ്ത് പിടിച്ചു മേടിച്ചു, കുടിശ്ശിക ഉൾപ്പെടെ മേടിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കുടിശ്ശിക കൊടുക്കാൻ പറഞ്ഞ ആകപ്പാടെ ഒരു DAയുടെ ഉത്തരവ് ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും കൊടുക്കാതിരിക്കുന്നു. കൊടുക്കാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ 1 മാസം 2 മാസം കൂടെ മാറ്റിവെപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പൊ ഇതാണ് തൊഴിലാളി സ്നേഹം. അപ്പൊ NCCOയെ എന്തോ ദിവസം തോറും അങ്ങ് വികസിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോയിലൂടെ പറയുണ്ടായി. എനിക്കെന്തോ ഒരു മറുപടി തന്നതിൻ്റെ അകത്ത് NCCOയെ തൊട്ടാൽ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാരെ ചേർത്തുന്നോ, വഴിയെ പോകുന്നവരെ ചേർത്തുന്നോ, വഴിപോക്കരെ ചേർത്തുന്നോ ഒക്കെ പറയുന്നേ. നിങ്ങൾ ആരെ വേണേലും ചേർത്തോ, എത്ര വികസിച്ചാലും കുഴപ്പമില്ല. വികസിച്ച് പൊട്ടിപ്പോയി. ഇത് വികസിച്ച് തൊഴിലാളിക്ക് പ്രയോജനമില്ല. പിന്നെ എത്ര വികസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എന്റെ പ്രിയപ്പെട്ട സഖാവ് NCCOE സഖാവ് പറയുന്നുണ്ട്, ഈ കമ്പനിവൽക്കരണം UDFന്റെ കാലത്തു നിന്നൊക്കെ സഖാവെ വൈദ്യുതി നിയമം വന്ന 2003 2001 തൊട്ട് 2006 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി നിയമം വന്നെങ്കിലും 2003 തൊട്ട് 6 വരെയുള്ള കാലത്തിൽ ബോർഡിനെ പിരിച്ചുവിടുക, കമ്പനിയാക്കുക ഞങ്ങൾ ചെയ്തിട്ടില്ല. 1998 പിണറായിയുടെ വൈദ്യുതി നയത്തിന്റെ ഭാഗമായിട്ടാണ് 5 ലാഭകേന്ദ്ര കമ്പനി വേണമെന്നൊക്കെ പറഞ്ഞു. അതിലേക്കൊന്നും എന്നെ കടത്തരുത്, നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 2006 വന്ന ഭരണം, 2006 തൊട്ടുള്ള LDF ഭരണകാലത്ത് 11ന്റെ കാലത്താണ് ബോർഡിനെ കമ്പനിയാക്കിയത്. നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്തു. പിന്നീട് വന്ന UDF സർക്കാരാണ് ത്രികക്ഷി കരാർ വെച്ച് ബോർഡിലെ ജീവനക്കാരുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തത്. അപ്പം കമ്പനിവൽക്കരണം ഒക്കെ അതിന്റെ ഭാഗങ്ങളെല്ലാം നടത്തിയത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് UDF സർക്കാരിന്റെ കയ്യിലോ ഞങ്ങളുടെ മേലോ ഒന്നും വിൽക്കാൻ നോക്കണ്ട. 98 വൈദ്യുതി നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ നയം. പിന്നെ A. K. ബാലൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തുവാ, 3 കമ്പനിയാക്കാതെ രക്ഷയില്ല എന്നാ പറഞ്ഞു. ഞങ്ങളാണ് അതിനെതിരെ സമരം ചെയ്തത്. അതിനെതിരെ പണിമുടക്കിയ ഏക സംഘടന ഞങ്ങളാണ്. അങ്ങനെയാണ് ഒരു കമ്പനിയാക്കി മാറ്റിയത്. അതുപോലെ തന്നെ DAക്ക് വേണ്ടി സമരം ചെയ്തത് ഏക സംഘടനയും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഇൻഡസ്ട്രി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്മാർട്ട് മീറ്ററിന്റെ വിഷയത്തിൽ ഞങ്ങൾ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞു മറുപടി പെട്ടെന്ന് പറഞ്ഞു പോയതാ. സ്മാർട്ട് മീറ്റർ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാടാണ് ബോർഡും ഗവൺമെന്റും സ്വീകരിച്ചത്. അതായത് ഇവിടെ തന്നെ ചെയ്യണമെന്നും അത് HT/ST ഉപഭോക്താക്കൾക്ക് ആദ്യം ചെയ്യണമെന്നും ഇത് സാമ്പിളായിട്ട് ചെയ്ത് പരിശോധന നടത്തിയതിനു ശേഷമേ മൊത്തം വ്യാപിക്കാവുള്ളെന്നും അല്ലാതെ KSEBയുടെ കീഴിലുള്ള മുഴുവൻ 1.25 കോടി ഉപഭോക്താക്കൾക്ക് ഇത് ഉടനെ ചെയ്തൊരു ബാധ്യത വരുത്തുന്നതല്ല ആലോചിക്കേണ്ടതെന്നും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നെ ചെയ്തേക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിനകത്ത് നിങ്ങൾ കൊല്ലത്തിന് കമ്പനിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചു, അത് നടന്നില്ലല്ലോ. നിങ്ങൾ അതിനുവേണ്ടിയല്ലേ ശ്രമിച്ചത്. അപ്പം സ്മാർട്ട് മീറ്ററിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊരു നിലപാടുണ്ട്. അത് നിലപാട് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് മറ്റേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ മെത്തേഡിൽ ചെയ്യണം, ക്യാപെക്സ് മെത്തേഡിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു. മറ്റേ ടോട്ടക്സ് മെത്തേഡിനെതിരെ ഞങ്ങൾ നിന്നു, അത് നിങ്ങളും എതിരായിരുന്നു. പക്ഷെ അവിടെയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം ഇപ്പൊ ബോർഡ് ചെയ്യാൻ നിർബന്ധിതമായിരിക്കുന്നതും ചെയ്തതും. ഞങ്ങളുടെ നിലപാടുകളെന്നും ബോർഡിന് വേണ്ടിയും ജീവനക്കാർക്ക് വേണ്ടി ആയിരിക്കും. അതുകൊണ്ട് DAയുടെ കാര്യത്തിൽ കിട്ടാനുള്ള DA നമുക്ക് ഈ 6 ഗഡു എല്ലാം പെൻഡിങ് ഉള്ളത് മുഴുവൻ ഉടൻ വാങ്ങിയെടുക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്. ഇവിടെ നിങ്ങൾ 2 എണ്ണം തരുമെന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞത്തേക്ക് ഈ പശുവിനെ നമ്മൾ പുല്ല് കാണിച്ചുകൊണ്ട് പോകുന്ന പോലെ എല്ലാവരും ഒരുമാതിരി കബളിപ്പിക്കാൻ വേണ്ടി ഒരു ഗുമിക്ക കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് ഫുൾ ബോർഡ് എത്രയും പെട്ടെന്ന് കൂടുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഇപ്പം ഭരണകക്ഷി യൂണിയന്റെ തലയിലാണ്. എത്രയും പെട്ടെന്ന് ഫുൾ ബോർഡ് കൂടി ബോർഡ് ഓർഡർ ആക്കി അടുത്ത മാസം തന്നെ കൊടുക്കാൻ, ഈ മാസത്തെ കൊടുക്കേണ്ടതാണ്. ഫുൾ ബോർഡ് കൂടുന്നതിന് എന്താ, എപ്പം വേണേലും കൂടിക്കൂടെ? അതിനാരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പുറത്തുനിന്ന് വിദേശത്തുനിന്ന് അമേരിക്കയിൽ നിന്നൊന്നും ആള് വരണ്ടല്ലോ ഫുൾ ബോർഡ് കൂടാൻ. ആ ഫുൾ ബോർഡ് എന്തായാലും കൂടുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും തൊഴിലാളിയെ കബളിപ്പിക്കാൻ നോക്കണ്ട. അതിനെതിരെ ശക്തമായിട്ട് കോൺഫെഡറേഷൻ രംഗത്തുണ്ടായിരിക്കും എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.